ഹായ് ഹലോ. കൂട്ടുപലിശ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ 2 ക്ലാസ് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ നോക്കാം. ഇനി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ വേഗം ജോയിൻ ചെയ്തോളൂ. ഈ സൈഡിലാണോ ഈ സൈഡിലാണോ? ഇവിടെ എവിടെയോ ഈ 2 സൈഡിൽ എവിടെയോ കിടപ്പുണ്ട്. അതിൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. ആ കിടക്കുന്ന പോലെ തന്നെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്ഡേഷൻസ് കാണാൻ പറ്റും. നമ്മളിടുന്ന വീഡിയോസൊക്കെ മിസ്സായി പോവാതെ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റും. ശരി, ഇന്നത്തെ ചോദ്യങ്ങൾ മക്കളെ, ഒരു 4 ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. വീണ്ടും ഒരു 3 ചോദ്യം കിടപ്പുണ്ട്. അങ്ങനെ 7 ചോദ്യങ്ങളുണ്ട്. 2024 ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അപ്പം ആദ്യം അറിയാവുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഞാൻ ആൻസർ മാർക്ക് ചെയ്യാതെ ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ചെയ്തു നോക്കുക. അറിയത്തില്ലാത്ത എൻ്റെ പാവം കൂട്ടുകാർക്ക് വേണ്ടി ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? എല്ലാവരെയും ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, 48,000 രൂപ ഒരു വർഷത്തേക്ക് 8% അർദ്ധവാർഷികമായി നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന കൂട്ടുപലിശ കണ്ടെത്തുക. 8% പലിശ നിരക്ക് തന്നിരിക്കുന്നത്. ഇത് അർദ്ധവാർഷികമായി കണക്കാക്കേണ്ട ചോദ്യമാണ് അല്ലേ മക്കളെ? അർദ്ധവാർഷികമായി കണക്കാക്കേണ്ട ചോദ്യമാണെങ്കിൽ തന്നിരിക്കുന്ന പലിശ നിരക്കിൻ്റെ പകുതിയല്ലേ എടുക്കാവുള്ളൂ. സോ പലിശ നിരക്ക് 4% എടുക്കാവുള്ളൂ. ഓർക്കുന്നുണ്ടല്ലോ, അർദ്ധവാർഷികം എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന പലിശ നിരക്കിൻ്റെ പകുതി എടുത്ത് കണക്ക് ചെയ്യണം. ഒരു വർഷത്തേന് നിക്ഷേപിച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിനിടയ്ക്ക് 2 തവണ കണക്കാക്കേണ്ടി വരും. അപ്പോൾ യൂസ് ചെയ്യേണ്ട കോഡ് 121 എന്നതാണ്. ഒന്നിൻ്റെ താഴേക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതണം 48,000 ആണോ? അതിൻ്റെ എത്ര ശതമാനം എഴുതണം? 2ൻ്റെ താഴേക്ക് 4% എഴുതണം. വേണ്ടേ? 48,000ൻ്റെ 4% കാണാൻ 1% 480 ആണ്. ഇൻറ്റു 4 ചെയ്താൽ 4% കിട്ടും. 1920 എന്ന് 1920 കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ 4% ഒന്നിൻ്റെ അങ്ങോട്ട് എഴുതണം അല്ലേ മക്കളെ? സോ ഈ 4% കാണാൻ 1920ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 19.2 ആണ്. ഇൻറ്റു 4 ചെയ്താൽ 4% കിട്ടും. 76.8 ആണ്. ഇനി താഴേക്ക് ഗുണിക്കണം. 48,000 അല്ലേ? 2 ഇൻറ്റു 1920 1920 ഇൻറ്റു 2 38 40. യെസ്, 1 ഇൻറ്റു 76.8 76.8. ഇനി കൂട്ടുപലിശ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് കൊണ്ട് ഇത് മാത്രം കൂട്ടണം. റെഡി അല്ലേ മക്കളെ? ഇവന്മാരെ കൂട്ടുമ്പം എത്ര കിട്ടും? 76.8 ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 3916.8 എന്നാണ്. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി എന്നാണ്. സാധാരണ ഇങ്ങനെ വരാറില്ല കേട്ടോ. അതായത് എളുപ്പമുള്ള വാല്യൂസാണ് വരാറ്. ഇങ്ങനെ പോയിൻ്റ് ഉള്ളതൊന്നും സാധാരണ വരാറില്ല. ഇങ്ങനെ റെയറായിട്ടേ കാണാറുള്ളൂ. കുറച്ച് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി, സമയം കളയാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 വർഷത്തേക്ക് 10,000 രൂപയ്ക്കുള്ള ലളിതമായ പലിശ 2,400 ആണെങ്കിൽ അതേ മൂലധനത്തിന് 2 വർഷത്തെ കൂട്ടുപലിശ എത്ര? ഓക്കെ, അപ്പം ഇവർ പറഞ്ഞേക്കുന്നത് 10,000 രൂപയ്ക്ക് 2 വർഷ കാലയളവിലേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,400 രൂപയാണ് എങ്കിൽ കൂട്ടുപലിശ എത്രയായിരിക്കും എന്നതാണ്. ഓക്കെ മക്കളെ, 2 വർഷത്തേന് 2,400 രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയതെങ്കിൽ ആദ്യത്തെ വർഷം കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് 1,200 രൂപയായിരിക്കും. ആണല്ലോ, 2 വർഷം കൊണ്ട് 2,400 രൂപ സാധാരണ പലിശ കിട്ടിയാൽ ആദ്യത്തെ വർഷത്തെ സാധാരണ പലിശ 1,200 രൂപയാണ്. ഇനി പലിശ നിരക്ക് കാണാൻ നമുക്കിത് യൂസ് ചെയ്യാം. ആണോ? പലിശ നിരക്ക് കാണാൻ 1,200 രൂപ പലിശ
നമുക്ക് 10,000 രൂപയിൽ നിന്നല്ലേ കിട്ടിയത്. അപ്പോൾ പലിശ നിരക്ക് കാണാൻ 1200 രൂപ 10,000 രൂപയുടെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മതി. ആണോ? അപ്പോൾ ഈ 2 പൂജ്യവും 2 പൂജ്യവും ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും പോയി. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ പലിശ നിരക്ക് എന്ന് പറയുന്ന സാധനം 12%. പലിശ നിരക്ക് കണ്ടുപിടിച്ചത് മനസ്സിലായോ? 2 വർഷം കൊണ്ട് 2,400 രൂപ സാധാരണ പലിശ കിട്ടിയെങ്കിൽ ആദ്യത്തെ വർഷം ഒരു വർഷം കിട്ടുന്ന 1,200 രൂപയാണ്. ഈ 1,200 രൂപ പലിശ കിട്ടിയത് 10,000 രൂപയിൽ നിന്നാണ്. പലിശ നിരക്ക് എത്ര ശതമാനമാണെന്നറിയാൻ 1,200 രൂപ 10,000 രൂപയുടെ എത്ര ശതമാനം നോക്കണം. ആൻസർ 12% എന്ന് കിട്ടും. അപ്പോൾ പലിശ നിരക്ക് 12%. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാമെന്നല്ലേ ഉള്ളൂ സിമ്പിളായിട്ട്. യെസ്, 121 എഴുതാം. അല്ലെങ്കിൽ ആദ്യത്തെ വർഷത്തെ കൂട്ടുപലിശ എത്ര തന്നെയാണ്? 1,200 തന്നെയാണ്. രണ്ടാമത്തെ വർഷത്തെ കൂട്ടുപലിശ കാണാൻ 1,200ൻ്റെ 12% എത്രയാണെന്ന് നോക്കണം. നമുക്കറിയാം 144 രൂപ. 1,200നോട് കൂട്ടുമ്പോൾ 1,344 എന്ന് കിട്ടും. അപ്പോൾ ആകെ നമുക്ക് കിട്ടുന്നത് 2,544 2 വർഷം കൊണ്ട് കിട്ടുന്ന കൂട്ടുപലിശ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അല്ലെങ്കിൽ 1-to-1 മെത്തേഡിൽ അല്ലെങ്കിൽ 1-to-1 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും കൂട്ടുപലിശ കണ്ടുപിടിക്കാം. ഞാൻ ആദ്യത്തെ വർഷത്തെ കണ്ടുപിടിച്ച് രണ്ടാമത്തെ വർഷത്തെ കണ്ടുപിടിച്ച് എഴുതുന്നേ ഉള്ളൂ. ഈ മെത്തേഡ് മുമ്പത്തെ വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഒന്നുകൂടെ പറയട്ടെ ഈ കണക്ക് മക്കളെ. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 2,400 ആണ്. അപ്പോൾ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 1,200. പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 രൂപ. അതിൽ നിന്ന് പലിശ നിരക്ക് കാണാം. പലിശ നിരക്ക് 12% കിട്ടി. അപ്പോൾ ചോദ്യം 10,000 രൂപയ്ക്ക് 12% നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എത്ര എന്നാണ്, വേറൊന്നുമില്ല. അപ്പോൾ കൂട്ടുപലിശ കാണാൻ നമുക്കറിയാം ആദ്യത്തെ വർഷം 10,000 രൂപയുടെ 12%, 1,200 രൂപ പലിശ. രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ 1,200ൻ്റെ 12% കണ്ടുപിടിച്ച് 1,200നോട് കൂട്ടിയേരി. ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട് കൂട്ടുപലിശ കാണാൻ. ഓക്കെ, ആദ്യത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും പലിശ കൂട്ടുമ്പം നമുക്ക് 2,544 കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ 1-to-1 എന്ന് എഴുതി ചെയ്യുന്നത് പോലെ ചെയ്താലും ഒരു കുഴപ്പമില്ല. ശരി, മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 2,400 രൂപ. 2 വർഷത്തെ കൂട്ടുപലിശ 2,496 രൂപ എങ്കിൽ പലിശ നിരക്ക് എത്ര? ഒത്തിരി തവണ ചോദിക്കുന്നതാണ്. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് തരും. എത്രയാ? 2,400. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തരും. എത്രയാ? 2,496. എന്നിട്ട് പലിശ നിരക്ക് എത്രയാണെന്ന് ചോദിക്കും. യൂഷ്വലി കാണുന്ന ഒരു ചോദ്യമാണ്. ഒരു ഇക്വേഷൻ പറഞ്ഞു തരാം, കാണാതെ പഠിച്ചു വെച്ചോ. കൺസെപ്റ്റും പറഞ്ഞു തരാം. ഇത് പലപ്പോഴായിട്ട് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ പഠിക്കുന്നതിന് കുഴപ്പമില്ല. 2 വർഷത്തെ സാധാരണ പലിശയും 2 വർഷത്തെ കൂട്ടുപലിശയും തന്നിട്ട് പലിശ നിരക്ക് കാണാൻ ചോദിച്ചാൽ മക്കളെ വ്യത്യാസം ബൈ സാധാരണ പലിശയുടെ പകുതി ഇൻറ്റു 100 എന്ന് പഠിച്ചു വെക്കുക. വ്യത്യാസം ഡിവൈഡഡ് ബൈ സാധാരണ പലിശയുടെ പകുതി ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഷോർട്ട് മെത്തേഡ്. വ്യത്യാസം ഇവന്മാർ തമ്മിൽ വ്യത്യാസം 96. സാധാരണ പലിശ 2,400 പകുതി 1,200. സാധാരണ പലിശയുടെ പകുതി ഇൻറ്റു 100 ഉത്തരം. ഓക്കെ, ഈ 2 പൂജ്യവും പോയി. ഈ 96ഉം 12ഉം കൂടെ വെട്ടിക്കളയാം. എത്ര തവണ മക്കളെ? 8 തവണ. ആൻസർ 8% എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും കാണാതെ പഠിക്കുന്നതിന് നഷ്ടമില്ല. എപ്പോഴും ചോദിക്കുന്നതാണ്. 2 വർഷത്തെ സാധാരണ പലിശയും 2 വർഷത്തെ കൂട്ടുപലിശയും തന്നിട്ട് നിങ്ങളോട് ചോദിക്കും പലിശ നിരക്ക് എത്രയാണ്. വ്യത്യാസം ബൈ സാധാരണ പലിശയുടെ പകുതി ഇൻറ്റു 100. ഇനി കൺസെപ്റ്റ് വൈസ് ചെയ്യേണ്ടവരാണെങ്കിൽ, കൺസെപ്റ്റ് വൈസ് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ദേ കേട്ടോ, അതുകൂടെ പറഞ്ഞേക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തെ 2,400 ആണെങ്കിൽ ആദ്യത്തെ വർഷത്തെ 1,200 ആയിരിക്കും. രണ്ടാമത്തെ വർഷത്തെയും 1,200 ആയിരിക്കും. അങ്ങനെയാണല്ലോ 2 വർഷം കൊണ്ട് 2,400 വരുന്നത്. കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആദ്യത്തെ വർഷത്തേത് 1,200 തന്നെയായിരിക്കും. കാരണം ആദ്യത്തെ വർഷത്തെ കൂട്ടുപലിശയും ആദ്യത്തെ വർഷത്തെ സാധാരണ പലിശയും തുല്യമാണ്. രണ്ടാമത്തെ വർഷത്തെ കൂട്ടുപലിശ എന്ന് പറയുന്നത്
ആദ്യത്തെ വർഷം 1200 രണ്ടാമത്തെ വർഷം 1296 ആയിരിക്കും. എന്നാലാണല്ലോ 2 വർഷം കൊണ്ട് 2496 കിട്ടുന്നത്. ഓക്കെ, ഇനി പലിശ നിരക്ക് കാണാൻ ഇവിടെ എത്ര കൂടുതൽ വന്നു എന്ന് നോക്കുക. 96 കൂടുതൽ വന്നു. അത് 1200ൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മതി. നമ്മളിവിടെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. കണ്ടോ, 96 രൂപയാണ് ഒരു വർഷം കൊണ്ട് കൂടിയത്. 1200 നിന്നാണ് 96 കൂടിയത്. അപ്പം പലിശ നിരക്ക് കാണാൻ 96 1200ൻ്റെ എത്ര ശതമാനം നോക്കണം. അങ്ങനെയാണെങ്കിൽ ഉത്തരം 8% എന്ന് കിട്ടും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ് വൈസ് ചെയ്യുന്ന രീതി. ശരി, അടുത്ത ചോദ്യം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹12,600 ഫോർ 2 years at 10% per annum കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി. അല്ലേ, 12,600 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. അപ്പം മടിക്കണ്ട, 1 2 1 എന്ന് എഴുതിക്കോ. 12,600 താഴെ എഴുതി, 1ൻ്റെ താഴെ അല്ലേ, 12,600. അതിൻ്റെ 10% എങ്ങോട്ട് എഴുതണം, 2ൻ്റെ താഴെ 1260. അതിൻ്റെ 10% 1ൻ്റെ താഴെ 126. താഴേക്ക് ഗുണിക്കണം. സോ ഇത് 12,600 എന്ന് വരും. മക്കളെ, ഇത് നമുക്കറിയാം 1260 ഇൻറ്റു 2 ആണ്, 2520 എന്ന് കിട്ടും. ഇത് 126 എന്ന് കിട്ടും. കൂട്ടുപലിശ എത്ര എന്നാ, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ആണ് അല്ലേ. അപ്പോൾ ഇവന്മാരെ തമ്മിൽ കൂട്ടിയെടുക്കുമല്ലേ ആൻസർ. 2520ഉം 126ഉം കൂടെ കൂട്ടുമ്പം 2646 എന്ന് കിട്ടും. 2646, 2646 നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4000 രൂപയ്ക്ക് 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. ഓക്കെ, 4000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്, 10% പലിശ നിരക്ക്, 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണ് കാണണ്ടേ. സോ ഇവിടെ യൂസ് ചെയ്യേണ്ട കോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1331 എന്ന കോഡാ. 1ൻ്റെ താഴേക്ക് 4000 എന്ന് എഴുതി, അതിൻ്റെ 10% 3ൻ്റെ താഴേക്ക് എഴുതി 400, അതിൻ്റെ 10% ഈ 3ൻ്റെ താഴേക്ക് എഴുതി 40, അതിൻ്റെ 10% ഈ 1ൻ്റെ താഴേക്ക് എഴുതി 4. ഇനി താഴേക്ക് ഗുണിച്ചു. 1 × 4000 4000, 3 × 400 1200, 3 × 40 120, 1 × 4 4. ഇനി കൂട്ടുപലിശയായിട്ട് എത്ര കിട്ടുമെന്നറിയാൻ ഈ 3ഉം കൂടെ കൂട്ടി എഴുതണം. ശരിയല്ലേ മക്കളെ? സോ 1200 + 120 1324 നമ്മുടെ ഉത്തരം. 1324 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 10,000 rupees അറ്റ് ദ റേറ്റ് ഓഫ് 6% ഫോർ 2 years? അല്ലേ, 10,000 രൂപയ്ക്ക് 6% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. വീണ്ടും എഴുതാം 1 to 1 അല്ലേ. 1ൻ്റെ താഴേക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതി 10,000, അതിൻ്റെ 6% ഇങ്ങോട്ട് എഴുതി, അത് 600. അതിൻ്റെ 6% ഇങ്ങോട്ട് എഴുതി, അത് 36 അല്ലേ. 600ൻ്റെ 10,000ൻ്റെ 6% കാണാൻ 1% 100, 6% 600. ഓക്കെ, 600ൻ്റെ 6% കാണാൻ 1% 6, 6% 36. താഴേക്ക് ഗുണിക്കുമ്പം ഇത് 10,000 അല്ലേ, ഇത് 1200, ഇത് 36. കൂട്ടുമ്പം കൂട്ടുപലിശ എത്രയാണെന്നല്ലേ മക്കളെ ചോദ്യം. അപ്പോൾ ഇത് മാത്രം കൂട്ടിയാൽ പോരെ. 1236 നമ്മുടെ ഉത്തരം. 1236 നമ്മുടെ ഉത്തരമായിട്ട് വരും. ഒരു ചോദ്യമോടെ. ഓക്കെ, ചോദ്യം ഇതാണ്. 10% പലിശ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു ഒരാൾ. ഒരു വർഷത്തിന് ശേഷം അയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പലിശയായി 1600 രൂപ വന്നതായി അറിഞ്ഞു. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിലേക്ക് പലിശയായി എത്ര രൂപ കൂടി എത്തും? അതായത് ഏതോ ഒരു എമൗണ്ട് 10% നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. ആദ്യത്തെ വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ 1600 രൂപ അക്കൗണ്ടിലേക്ക് വന്നതായി മനസ്സിലായി.
അതായത് ആദ്യത്തെ വർഷത്തെ പലിശയാണ് 1600. ഒരു വർഷം കൂടെ ബാങ്കിൽ ഇട്ടായിരുന്നെങ്കിൽ എത്ര രൂപ പലിശ കിട്ടുമായിരുന്നു എന്നാ ചോദ്യം, അല്ലെ? കൂടുതൽ കിട്ടുമായിരുന്നു. മക്കളെ, എത്രയോ എമൗണ്ടിന് 10% നിരക്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ 1600 ആണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ മുതലൊന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. ആദ്യത്തെ വർഷത്തെ പലിശ 1600 ആണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ 1600ൻ്റെ 10% കാണുക. അത് 160. അത് 1600നോട് കൂട്ടുക. അപ്പോൾ 1760 എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ. അപ്പം ഒരു വർഷം കൂടി ഇട്ടാൽ എത്ര രൂപ കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചാൽ 1760 രൂപ കൂടുതൽ കിട്ടും. സിമ്പിൾ ടെക്നിക്കല്ലേ? അപ്പോൾ നമ്മൾ 1 to 1 മെത്തേഡൊക്കെ ആണെങ്കിൽ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ഈ ടെക്നിക്ക് യൂസ് ചെയ്യുക. ആദ്യത്തെ വർഷം 1600 രൂപ കിട്ടും. രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ കാണാൻ 1600ൻ്റെ 10% കണ്ട് 1600നോട് കൂട്ടിയാൽ മതി മക്കളെ, 1760. അപ്പോൾ ഒരു വർഷം കൂടി ഇട്ടാൽ ഒരു 1760 രൂപയും കൂടെ കൂടുതൽ കിട്ടിയേനെ. ശരി, അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത പാർട്ട്, 4ാമത്തെ പാർട്ട് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.